ചണ്ടിച്ചേട്ടാ കാണാനില്ലല്ലോ. പറ്റിയാശം കത്തിക്കേ. അയ്യേ പറ്റിക്കരുത്. ചാണ്ടി നിന്നേ. ഇപ്പൊ നിൽക്കുകയല്ലേ, ഇറങ്ങിക്കേ. പിന്നെ കേറാൻ ബുദ്ധിമുട്ടാ. എന്താ എന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശമാ. കാശ് ഇപ്പൊ തരാന്ന് പറഞ്ഞ് താൻ ആ പ്രതിമ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ? കാശ് കിട്ടിയിട്ടില്ല, അടുത്ത ആഴ്ച മുഴുവനും തരാം. ഒന്നും എനിക്ക് കേൾക്കണ്ട. ശരി, നാളെ എനിക്ക് എന്റെ കാശ് കിട്ടിയിരിക്കണം. ആ. അല്ലെങ്കിൽ മിത്രൻ ആരാന്നുള്ളത് താനെ അറിയും. എടാ തകർന്നേനെ. എടാ കുരുത്തം കെട്ടോന്നു എല്ലാം നശിപ്പിച്ചിട്ട് പൈങ്കിളിയും വാച്ച് സൂചിച്ചിരിക്കുകയാണല്ലേ. നാളെ കാശ് കൊടുത്തില്ലെങ്കിൽ മിത്രന്റെ തല തല്ലി പൊട്ടിക്കും. ഞാൻ പോയി കണ്ടാലോ? എന്താ എന്റെ തല തല്ലി പൊളിക്കുന്നു? അതല്ല, മിത്രനോട് ഞാൻ കാര്യം പറഞ്ഞാലോ ഒന്ന്. എന്നിട്ട് വേണം അവന്റെ കൈ കൊണ്ട് ചാവാൻ. 4 കാശ് ഒത്തു കിട്ടാനുള്ള വഴിയായിരുന്നു, അതിപ്പോ ഈ ഗതിയായി. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യും. എന്താ? എന്നെ അങ്ങ് കൊല്ല്, അല്ലെങ്കിൽ ദേഹത്തോലെ പെയിന്റ് ഒടിച്ച് ഞാൻ മുങ്ങി അടക്കേണ്ടി വരും. ചാണ്ടിച്ചേട്ടാ, ബെസ്റ്റ് ഐഡിയ. ഐഡിയ പറ. ബെസ്റ്റ് ആണോന്ന് ഞാൻ പറയാം. നമുക്ക് ഇവനെ പിടിച്ച് പ്രതിമയാക്കിയാലോ? ബെസ്റ്റ് ഐഡിയ. എന്ത് ബെസ്റ്റ്? അതൊന്നും ശരിയാവില്ല. ശരിയാവട്ടെ, നീ കാരണമല്ല പ്രതിമ പറഞ്ഞത്. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. കാശ് വാങ്ങി ഞങ്ങൾ പോന്നാ പിന്നെ കിട്ടുന്ന തക്കത്തിന് നീ മുങ്ങിക്കോ. അതെ, വേറെ മാർഗം ഒന്നും ഇല്ലാഞ്ഞിട്ടാ അനിയ. ഈ പരുവത്തി ശില്പി മിത്രൻ ഇവനെ കണ്ട അയാൾ പോലും സംശയിക്കും അയാളുടെ പ്രതിമയാണ് ഇതാണ് ഒറിജിനൽ എന്ന്. ഒന്നും സംശയിക്കണ്ട, ഇത് തന്നെ ഒറിജിനൽ. ഇവനെ നമുക്ക് മിത്രന് കൊടുത്താലോ? ആ എച്ചിക്ക് കൊടുത്താൽ കമ്മീഷൻ കിട്ടൂടെ? ചാണ്ടിച്ചേട്ടന് കമ്മീഷൻ. ഇനി എന്റെ കാര്യം. നിന്റെ കാര്യം ഞാൻ ഏറ്റു. നിൽക്കടാ പൊസിഷനില്. എന്താ ഇത്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതോ ഒരു തെണ്ടി കുമ്മളത്തി വീണ പോലെ ഉണ്ട്. തെണ്ടികളുമായിട്ട് ഇടപെടുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു. ശരിയാ, ഇപ്പൊ തെണ്ടികളുമായിട്ടാണല്ലോ ഞാൻ ഇടപെടുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങേര് കണ്ടുപിടിച്ച ഒരു പൊടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിമ. ഞങ്ങളിത് പാരീസിൽ നിന്ന് കൊണ്ടുവന്നാ. ചുമ്മാവല്ലോ. ഈ ചക്കട ഓട്ടോറിക്ഷ സംസാരിച്ച് സമയം കളയാതെ അകത്തേക്ക് വെക്കാൻ നോക്ക് ചാണ്ടി ചേട്ടാ. അതിമേ കയറ്റി വെക്കാൻ എന്താ മ്യൂസിയോ? അധികം സംസാരിച്ചാ മീശ കാണില്ല. വണ്ടി എടുത്തോ. ഇറങ്ങാം. നോക്കി നോക്കി. എന്താ നിൽക്കുന്നേ? ചുമന്നോട്ട് പോകുന്നു ചോദിച്ചു. നടക്കടാ. നോക്ക്. പടി പടി. ചുമന്ന് കയറ്റാൻ പറ്റത്തില്ല, തനിയെ കയറണം. നമുക്ക് അവന് പൊക്കിയാലോ? ഒച്ച വേണ്ട, ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ആരോ വരുന്നുണ്ട്. ഇതെന്താ ചാണ്ടി ചേട്ടാ പ്രതിമ കച്ചവടോ? എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടായോ? ഉണ്ടായിരുന്ന കച്ചവടം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഓ, ഞങ്ങൾ തരാനുള്ള പറ്റുദ്ദേശമായിരിക്കും. പറ്റോ? ഇതിലും മേലെ ഇനി എന്നാ പറ്റാനാ? മാറ്റി വെക്കാം. ഞങ്ങൾ ഇതിലെ പൊക്കോളാം. പിന്നെ കാണാൻ പ്രതിമ. മാന്തിയത് മതിക്ക്. എന്താടാ ഇത്? മായ പറഞ്ഞിട്ടുണ്ടെന്നാ. ആണോ? എന്നാലേ അവളുടെ മുത്തശ്ശനായ ഞാനാ പറയുന്നത് ഇത് എടുത്തിട്ട് പോകാൻ. ഇളവൻ നമുക്ക് പാരയാവുന്ന തോന്നുന്നത്. ഞങ്ങൾ അകത്തേക്ക് വരാം. പറയട്ടെ? ഒന്നും പറയണ്ട, ഇതിവിടെ വേണ്ട. ആര് പറഞ്ഞത് അകത്തേക്ക് തോന്നിയൊക്കെ കാണിക്കണം. എടുത്തിട്ട് പോ. പറയുമ്പോ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സൗകര്യമില്ല. എന്താ എന്താ ഇവിടെ? ബ്യൂട്ടിഫുൾ. മഹി പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്താ ഇത്? ഇതൊരു പ്രതിമ. അതെനിക്ക് മനസ്സിലായി. ഈ ആൾരൂപങ്ങൾ വീട്ടിൽ വെക്കാൻ കൊള്ളത്തില്ല, മുടിഞ്ഞു പോകും. എന്തായാലും കൊണ്ടുവന്നതല്ലേ, വല്ല തക്കാപ്പിച്ച കൊടുത്ത് പറഞ്ഞു വിട്ടേരെ. മുത്തച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഇതിവിടെ വെക്കുന്നോണ്ട് എന്താ കുഴപ്പം? വിധിപ്രകാരം നിർമ്മിക്കാത്ത ആൾരൂപങ്ങൾ കുടുംബത്തിൽ വെച്ചാൽ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ അതിൽ കുടിയിരിക്കുന്ന പ്രമാണം. അത് ഈ കുടുംബത്തിന് തന്നെ ആപത്തായി തീരും. അതൊക്കെ മുത്തശ്ശന്റെ അന്ധവിശ്വാസങ്ങളാ. എന്ത് പറഞ്ഞാലും കൊള്ളാം, ഇത് ഈ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല.
നായക്കുഞ്ഞ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. ഈ മുത്തശ്ശനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനും. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ബെഡ്റൂമിലേക്ക് വെച്ചോളൂ. അത് ശരിയാവില്ല. അതെന്താ? ഇതോടൊക്കെ ഞാൻ സമ്മതിക്കില്ല. നീ മുത്തച്ഛനാവുന്ന ബ്ലഡി ഫോൺ. കൊളക്കല്ലേ? നായക്കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, കയറ്റി വെക്കണകത്തേക്ക്. എന്ത് വേണേലും ആയിക്കോ. വിശ്വനാഥൻ വന്നോട്ടെ, കാണിച്ചു തരാം. വരൂ. ലോകം എന്നും ചതുരംഗം, എല്ലാം എല്ലാം വെറും ജാലം. ഇതാ എന്റെ മുറി, അകത്തേക്ക് വെച്ചോളൂ. മുത്തശ്ശൻ ഒരു പഴഞ്ചനാ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊന്നും സാരമില്ല. പിന്നെ കാശ് ചെക്കായിട്ടാണോ അതോ ഡ്രാഫ്റ്റ് ആയിട്ടാണോ? ക്യാഷ്. പക്ഷെ ഒരു പ്രശ്നം, ആഹാ. ഡാഡി സ്ഥലത്തില്ല. 2 ദിവസം കഴിഞ്ഞേ വരൂ. ഡാഡി വന്നത് നമുക്ക് കൊടുക്കാം. അത് ആ ശില്പിക്ക് ഇന്ന് എന്നെ പണം കൊടുക്കണം. എന്തായാലും ഡാഡി വരാതെ ഒന്നും നടക്കില്ല. ഏ? വേണമെങ്കിൽ ഞാൻ അയാളോട് സംസാരിക്കാം. അതൊന്നും വേണ്ട. അത് ചാണ്ടിച്ചേട്ടാ, നമുക്ക് അയാളെ പറഞ്ഞു നിർത്താം. 2 ദിവസം അത്രല്ലേ ഉള്ളൂ. അല്ല, 2 ദിവസത്തിനകം ഡാഡി വരുമോ? വരും. എന്റെ അവസ്ഥ എങ്ങനെയാണേ? വാ വാ.